പാലക്കാട് പുതുശ്ശേരി മറുവക്കാട് കനത്ത ചൂടിൽ കുളത്തിലെ വളർത്തുമീനുകൾ ചത്തുപൊങ്ങി. മറുവക്കാട് സുമതി മുരളീധരന്റെ മത്സ്യങ്ങളാണ് ചത്തുപൊങ്ങിയത്. ഏകദേശം 1.5 ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. വിവരങ്ങളുമായി ആതിര രാധാകൃഷ്ണൻ ചേരുന്നു. ആതിര, കഴിഞ്ഞ ദിവസം സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയ ജില്ലയായിരുന്നു പാലക്കാട്. ഇത് മറ്റ് ജീവജാലങ്ങളെ കൂടി ബാധിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അമ്പിളി, തീർച്ചയായിട്ടും പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം കഠിനമായ ചൂടാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ജില്ലയിലുള്ളത്. 40 ഡിഗ്രി വരെ ചൂട് പോകുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ മനുഷ്യർക്ക് മാത്രമല്ല മറ്റ് ജീവജാലങ്ങൾക്കും കൂടി ഈ ചൂട് വലിയ രീതിയിലൊരു കഠിനമായ ചൂട് ദുരന്തമാകുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് പുതുശ്ശേരിയിലെ മറുവക്കാടിന് സമീപത്തുള്ളൊരു കുളത്തിലാണ്. വലിയ രീതിയിൽ ഇവിടെ മത്സ്യകൃഷി ചെയ്യുന്നൊരു കുളമാണ്. ഈ മീനുകൾ, ഈ ചൂടിൻ്റെ കാഠിന്യം മൂലം മീനുകൾ ചത്തുപൊങ്ങുന്നൊരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഈ ഉടമകൾ പറയുന്നതനുസരിച്ച് ഏകദേശം നിലവിലെ കണക്കനുസരിച്ച് ഒരു 1.5 ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ പായൽ കിടക്കുന്ന ഈ പായലിൻ്റെ അടിവശം മുഴുവൻ ഇത്തരത്തിൽ മീനുകൾ ചത്തുപൊങ്ങിയിട്ടുള്ളൊരു സാഹചര്യമാണുള്ളത്. സുമതി മുരളീധരൻ്റെ ഒരു ഉടമസ്ഥതയിലുള്ള കുളമാണിത്. ഇവിടെ തന്നെ പാട്ടത്തിനടുത്താണ് ഇവർ ഈ കൃഷി ചെയ്യുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ളൊരു നഷ്ടം അതവർക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൂടാതെ തന്നെ ഇനി ഈ നീക്കം ചെയ്യാൻ, ഈ ചത്തുപൊങ്ങിയിട്ടുള്ള മത്സ്യങ്ങളെ നീക്കം ചെയ്യുന്നതിനുള്ള ആളുകൾ ഇവിടെ എത്താൻ മടിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഈ പായൽ മൂലം ആളുകൾക്ക് ചൊറിച്ചിലും ഒക്കെ തന്നെ ഈ കുളത്തിൽ നിന്നുണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഈ മീനുകൾ മത്സ്യം മാറ്റുന്നതിനായിട്ട് തൊഴിലാളികൾ എത്തുന്നതിനുള്ളൊരു കുറവുണ്ട്. അതുപോലെ തന്നെ ഇനി മെയ് മാസത്തിൽ, അടുത്ത മാസം വിളവെടുക്കാനിരുന്ന ഒരു കുളമാണ്, മത്സ്യമാണ്. അതാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഇല്ലാതായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കർഷകരൊക്കെ വലിയ രീതിയിലുള്ളൊരു ദുരന്തത്തിലാണ്. ഈ മത്സ്യകൃഷി മാത്രമല്ല, പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഈ ചൂട് മൂലം മറ്റ് നെൽകൃഷി ഉൾപ്പെടെയുള്ള കൃഷികളൊക്കെ ഇത്തരത്തിൽ കർഷകരൊക്കെ ഇത്തരത്തിലുള്ള ദുരന്തം നേരിടുന്നു എന്നുള്ളതാണ്. കാരണം വലിയ രീതിയിലുള്ള നഷ്ടം ഉണ്ടാകുന്നുണ്ട്. കാർഷിക മേഖലയെ പിടിച്ചു നിർത്തേണ്ട ഒരു ആവശ്യം കൂടിയുള്ളൊരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ കർഷകർക്ക് ഈ ചൂട് മൂലം ഇത്തരത്തിലുള്ള ദുരിതങ്ങൾ ഉൾപ്പെടെ നേരിടേണ്ടി വരുന്നൊരു സാഹചര്യം, ഒരു കാഴ്ച നമ്മൾ കാണാനിടയായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ മീനുകൾ ചത്തുപൊങ്ങുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഈ മത്സ്യങ്ങൾ ഏകദേശം എല്ലാം വളർച്ചയെത്തിയ മത്സ്യങ്ങളാണ്. മെയ് മാസത്തിൽ വിളവെടുത്ത് അത് വിൽപ്പനയ്ക്ക് എത്തിക്കാനിരിക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ഒരു മീനുകൾ ചത്തുപൊങ്ങുന്നൊരു സാഹചര്യം നിലവിൽ ഉണ്ടായിട്ടുള്ളത്. ഈ ഇവരുടെ ഏകദേശം ഇത് അനുസരിച്ച്, ഇവർ പറയുന്ന അനുസരിച്ച് 1.5 ലക്ഷത്തിൽ കൂടുതൽ നഷ്ടമുണ്ടായിട്ടുണ്ടാകും എന്നുള്ളതാണ് നിലവിലൊരു കണക്കനുസരിച്ച് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇനി ഇത് മാറ്റുക എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ളൊരു ജോലിയാണ്. ഇത് മാറ്റുന്നതിനും ഒരുപാട് സമയം വേണ്ടിവരും, ആളുകൾ വേണ്ടിവരും. പക്ഷേ ആളുകളെ കിട്ടുന്നില്ല എന്നുള്ളതാണ് അടുത്തതായിട്ടുള്ളൊരു പരാതി. അത് മാത്രമല്ല, ഈ മീനുകൾ ചത്തുപൊങ്ങി, വീടുകൾക്ക് സമീപത്താണ് ഈ മീനുകൾ ഇത്തരത്തിൽ ചത്തുപൊങ്ങി കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ദുർഗന്ധവും ഒക്കെ തന്നെ ഈ വീട്ടുകാർ സഹിക്കേണ്ടി വരുന്നുണ്ട്. അതും ഈ ഉടമകളെ വലിയ രീതിയിൽ മാനസിക സമ്മർദ്ദത്തിലാക്കുന്നു എന്നുള്ളതാണ് ഈ ഉടമകൾ പറയുന്നൊരു വിഷയം എന്ന് പറയുന്നത്. ഏതായാലും ഈ മീനിപ്പോൾ ഒരു വ്യക്തിയാണ് ഇത് മാറ്റുന്നത്. പക്ഷേ ഈ ഒരു കുളത്തിലെ മൊത്തം മീനുകളെയും ഇത്തരത്തിൽ വൃത്തിയാക്കുന്നതിന് പരിമിതികളുണ്ട്. പക്ഷെ അത് എത്രയും പെട്ടെന്ന് വൃത്തിയാക്കുകയും വേണം. കാരണം മറ്റുള്ളവർക്ക് കൂടി ഇതൊരു പ്രശ്നമായി മാറുന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് ഇതിനെ വൃത്തിയാക്കേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. പക്ഷെ അപ്പോഴും ആ വൃത്തിയാക്കുന്നതിനും വലിയ രീതിയിലുള്ള സാമ്പത്തികമായിട്ടുള്ള ചിലവ് ഉൾപ്പെടെ ഇവർ വഹിക്കേണ്ടി വരും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ ഏതായാലും വലിയ രീതിയിലുള്ളൊരു ദുരിതക്കാഴ്ചയാണ് പാലക്കാട് നിന്നും ഈ ചൂടിൻ്റെ ഒരു സാഹചര്യത്തിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആളുകൾക്ക് ഈ 11 മണി മുതൽ 3 മണി വരെ പുറത്തിറങ്ങരുത് എന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇത്തരത്തിൽ അവരുടെ സാമ്പത്തിക ഘടനയെ കൂടെ ബാധിക്കുന്ന തരത്തിൽ ഈ ചൂട് എന്ന് പറയുന്ന ദുരിതം മാറുന്നു എന്നുള്ളതാണ് പാലക്കാട് നിന്നും നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച. നിലവിലെ ഒരു പ്രാഥമികമായിട്ടുള്ള കണക്കാണ് ഈ 1.5 ലക്ഷം രൂപ നഷ്ടം എന്നുള്ളത്. അത് കൂടാനുള്ളൊരു സാധ്യതയാണ് ഈ ഒരു സാഹചര്യം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഉടമകൾ തന്നെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, ഏകദേശം 1.5 ലക്ഷം രൂപയുടെ നഷ്ടമാണെന്ന് പറയുന്നത്. ഒരു പക്ഷേ ഇത് കാണുമ്പോൾ നഷ്ടം കൂടാനുള്ളൊരു സാധ്യതയുണ്ടല്ലേ? കൂടുതലാണ്. നമ്മൾ സുമാർ പറയുകയാണ്, 2 പിടുത്തം പിടിച്ചാൽ ഈ പാട്ടം കൊടുക്കണമല്ലോ. പാട്ടം ഇതും കൂടെ 25,000 റുപ്യ എനിക്ക് ചിലവ് വരുന്നുണ്ട്. 25-30 റുപ്യോളം എനിക്ക് ചിലവ് വരും. അപ്പോൾ അത് നോക്കുമ്പോൾ ഏകദേശം സുമാർ ഞാൻ പറയുകയാണ്, മുഴുവൻ പിടിക്കാൻ പറ്റില്ല. അത് കണ്ടില്ലേ, ഈ പൊന്തകളൊക്കെ ഇങ്ങനെ മറിഞ്ഞ് വരുന്ന മീനുകളാണിത്. മറിഞ്ഞ് വരും, മുഴുവൻ കിട്ടില്ല നമുക്ക്. നമ്മുടെ 1 വർഷത്തിലല്ല, 10 മാസത്തിലല്ല, 2-3 വർഷത്തെ ഉണ്ടാവും. 10-13 കിലോ മീൻ വരും ഒരു മീന്. അത്രയും വലുപ്പം വരും ഈ മീനുകളെ. നമ്മൾ തുടർച്ചയായിട്ട് മുഴുവൻ തീർത്ത് പിടിക്കാൻ പറ്റില്ല. എപ്പോഴും അങ്ങനെ മറിഞ്ഞ് പോവുകയാണ്.
അപ്പോൾ ഞങ്ങളിപ്പോൾ ഈ പുതിയ മീനിട്ടിട്ട് 10 മാസത്തോളമായി. ഇപ്പോൾ ഈ 28-ാം തീയതിയോളം നമ്മൾ പിടിക്കണം പറഞ്ഞിരുന്നതാണ്, കൃഷി വിളവെടുപ്പ് നടത്തണം പറഞ്ഞിരുന്നതാണ്. അപ്പോഴേക്കാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. തീരാ ദുഃഖത്തിലാണ് ഞങ്ങളിരിക്കുന്നത്. ഈ ഇപ്പൊ പൂർണ്ണമായി വളർച്ചയെത്തിയ മീനുകളാണോ ഇത്? അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ചത്തഴുകിയപ്പോൾ നമുക്ക് അറിയില്ല. ജീർണിച്ചു. 1 കിലോ 1.5 കിലോ വീതം ഉള്ള മീനുകളാണ് ഒക്കെ പോയിരിക്കും. ഈ ജീർണിച്ചു വരുന്ന സമയത്തുള്ള ദുർഗന്ധം ആളുകൾക്ക്, പരിസരവാസികൾക്ക് ബുദ്ധിമുട്ട്. മാറ്റണമെങ്കിൽ പണം കുറയാൻ കുട്ടി. പരിസരവാസികൾക്ക് ബുദ്ധിമുട്ട്. ഇത് പരിസരവാസികളെ കാരണം നമ്മൾ തൊട്ട വീടല്ലേ, എൻ്റെ അപ്പുറത്താ വീട്. ഇത് കാലങ്ങളായിട്ട് ഞാൻ ഇവരെ കൊണ്ട് ഞാനിത് എടുക്കുന്നതാണ്. കാലങ്ങളായിട്ട് 1000 ഉറുപ്പ്യ മുതൽ തുടങ്ങിയതാണ്. ഇപ്പോൾ 25,000 പാട്ടം കൊടുക്കുന്നത് ഞാൻ. അപ്പോൾ 500-1000 ഉറുപ്പ്യ മുതൽ തുടങ്ങിയാണ്. ഇതിപ്പോൾ ഈ ഒരാളെ കൊണ്ട് മാറ്റുന്നത് പരിമിതികളുണ്ടല്ലേ? കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് മാറ്റാൻ സാധിക്കും. ഞാൻ 5 പേരെ വിട്ടിട്ട് കുറച്ച് മാറ്റിയതാണ്. അപ്പോഴാണ് ഇത്രയും അറിയാൻ തുടങ്ങിയത്. 5500 ഉറുപ്പ്യയായി ഈ കുറേ ചണ്ടി. അത് നോക്കും, അതാ ഓരോക്കെ മാറ്റിയാണ്. ഇവരൊക്കെ മാറ്റില്ല ആൾക്കാരായി. ചാനലുകാർക്ക് കാണാൻ വേണ്ടി ഇപ്പോൾ കുറച്ച് മാറ്റി വെച്ചതാണ്. ഞാൻ അങ്ങനെ ഓട്ടിയിട്ട് അങ്ങനെ ഇതിൽ മണ്ണിൽ ഒട്ടിക്കാനുള്ള ഒരു പരിപാടിയാണ്. ഞങ്ങളുടെ കുളത്തിൽ, സ്വന്തം കുളത്തിലുണ്ടായിരുന്നു. അത് ഇത്രയൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് ഒരു 5-6 കിലോയ്ക്ക് വന്നുള്ളൂ. പിന്നെ അവർ ഫിഷറീസ് എന്നവർ വന്നിട്ട് വെള്ളമൊക്കെ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അയൺ കണ്ടന്റ് കൂടുതലാന്ന് പറഞ്ഞു. പിന്നെ പ്ലാൻ ചെയ്ത് എൻ്റെ സ്വന്തം ഇഷ്ടത്തിൽ ഞാൻ പ്ലാൻ ചെയ്തു റീസർക്കുലേഷൻ. അതായത് ഈ വെള്ളം ഇതിലേക്ക് തന്നെ കൂട്ടുക, അപ്പോൾ ഓക്സിജൻ കിട്ടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ചെയ്തപ്പോൾ ഇപ്പം അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ല. 2 കൊല്ലമായിട്ട് ആ പ്രശ്നം വന്നിട്ടില്ല. ഇത്രയും വലിയൊരു നഷ്ടം ആദ്യമായിട്ടാണല്ലേ? നഷ്ടം, ഇതേപോലൊരു നഷ്ടം ആദ്യമായിട്ടാണ്. തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. കാരണം വലിയ പൈസയൊക്കെ മുടക്കിയാണ് ഇത്തരത്തിലൊരു കൃഷിയിലേക്ക് അവർ കടക്കുന്നത്. പക്ഷേ ഈ ഒരു ചൂടിൻ്റെ ഒരു കാഠിന്യം മൂലം വലിയ രീതിയിലുള്ള നഷ്ടം കർഷകർ സഹിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, പാലക്കാട് പുതുശ്ശേരിയിലാണ് മുറുവക്കാട് കനത്ത ചൂടിൽ കുളത്തിലെ വളർത്തുമീനുകളെല്ലാം ചത്തുപൊങ്ങിയിട്ടുള്ളത്. ഏകദേശം 1.5 ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ആതിര രാധാകൃഷ്ണൻ.